കോടിയേക്കാൾ നീ ദുർബലനായി പോകരുത്. സ്വന്തം മോനോട് ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ വസിയ്യത്താണ്, യാ ബുനയ്യ ലാ തകുൻ അഅജസ മിനദ്ദീകി, കോടിനേക്കാളും നീ കഴിവുകെട്ടവനാകരുത്. ഫഇന്നഹു യുസവ്വിതു ബിൽ അസ്ഹാർ, അത്തായ നേരത്തത് ശബ്ദിക്കുന്നത് കേട്ടിട്ടില്ലേ മോനെ? സുബഹിക്കെങ്കിലും ഉണരണ്ടേ സഹോദരങ്ങളെ. സുബഹിക്ക് ഉണരാത്തവൻ കോഴിയെക്കാളും ദുർബലനല്ലേ, ആടിനേക്കാളും മോശപ്പെട്ടവനല്ലേ? നിന്റെ വീട്ടിന്റെ പരിസരത്തെ കോഴി സുബഹിന്റെ മുമ്പുള്ള അത്തായത്തിന്റെ സമയത്ത് നിനക്ക് വാണിംഗ് തന്നിട്ട് എഴുന്നേൽക്കാനുള്ള ശബ്ദകോശങ്ങൾ അത് മുഴക്കിയിട്ട് എഴുന്നേൽക്കാത്തതിന്റെ പേരില് നാളെ ആഖിറത്തിൽ കോഴി നിനക്ക് എതിരായി സാക്ഷി നിൽക്കുമോ? ആടുകൾ നിങ്ങൾക്കെതിരായി സാക്ഷി നിൽക്കുമോ? റബ്ബ് സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കിടയിൽ വെച്ച് നിന്നോട് ചോദിക്കുന്നു, മനുഷ്യ, നിന്റെ വീടിന്റെ ഉള്ളിലുള്ള ടെറസിലല്ല ഉറങ്ങിയത്, മെത്തയിലല്ല ഉറങ്ങിയത്, ഒരു സാധാ കോഴിയുടെ കൂട്ടിലല്ലേ കോഴി ഉറങ്ങിയത്? അതിന് വിരിപ്പില്ല, പുതപ്പില്ല, കട്ടിലില്ല, ബെഡില്ല, സൗകര്യങ്ങളൊന്നുമില്ല. സാധാരണ പലകയിൽ കിടന്നുറങ്ങുന്ന കോഴി, അള്ളാഹുവിന്റെ സിട്ടിയായ കോഴി, റബ്ബിന് തസ്ബീഹ് മുഴക്കാൻ വേണ്ടി സുബ്ഹിന്റെ മുമ്പ് ശബ്ദിച്ചെങ്കിൽ എത്ര സുഖത്തിലാ നീയൊക്കെ ഉറങ്ങിയത്, എത്ര സന്തോഷത്തിലാ എന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചത്. എന്നിട്ട് എഴുന്നേറ്റില്ലല്ലോ മനുഷ്യ. അതുകൊണ്ട് കോടിനേക്കാളും ദുർബലനാകരുത് മോനെ. നിയമം പാലിച്ചുകൊണ്ട് നീ ജീവിക്കണം. നിയമങ്ങൾ പാലിക്കാത്തതും ഒരു കിബറാണ് സഹോദരങ്ങളെ.